ലാലിച്ച കണ്ണു കണ്ടൂടാ, എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്ത്. മൂക്ക് വലിച്ചു പിഴാതെ എഴുന്നേക്ക്. എന്തെങ്കിലും ദേഹം നിനക്ക്. എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയൊരു സ്ഥലത്ത് എന്നെ കൊണ്ടിരുത്തിയിട്ട് ചേട്ടൻ പോയി എല്ലാരെയും വിളിച്ചുണത്തെ. ഇതിന്റെ കീഴോട്ട് കയറിക്കോ. ഏതിന്റെ? കട്ടിലിന്റെ. നാക്ക് വലിച്ചു പിഴ. മെല്ലെ മെല്ലെ മൂടി പോവും, മൂടി പോവും. പോ, വായി നോക്കിക്കാതെ പോ. പെണ്ണിനെ കാണുന്നില്ലല്ലോ. അച്ഛൻ കാണാൻ വയ്യ. ഈ പ്ലാനും പൊട്ടി. ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്നെ ശ്രീദേവി, ആളിയാണെന്ന് ഉനക്ക് തെരിയുമാ? ഇല്ല, മുഖംമൂടി വെച്ചിരുന്നോണ്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കള്ളന്റെ കാല് നോക്കി നല്ല അടി കൊടുത്തിട്ടുണ്ട്. അടി ഇടത് കാലുക്കാ വലത് കാലുക്കാണ്ട് കറക്റ്റാ சொல்ல முடியுமா? ഇയാൾ എന്തുവായി പറയുന്നേ? അടിക്കാൻ നേരത്താണോ വലത് കാലും ഇടത് കാലും നോക്കുന്നേ? കാലിന് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കള്ളനെ കാലത്ത് കണ്ടുപിടിക്കാം. ഏതായാലും ബംഗ്ലാവിന് പുറത്തുള്ള ആരുമാകാൻ വഴിയില്ല. വക്കീലേ, അപ്പടിന്നാ നാളേക്ക് കാലയിലെ എല്ലാവരുടെ കാലും എനിക്ക് നേരിട്ട് പരിശോധിക്കണം. മല്ല ആച്ച് ദൈവാധീനം കൊണ്ടാ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയത്. എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ കള്ളനെ കൈയോടെ പിടിക്കും കൂടെ ചെയ്താ നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും മുത്തശ്ശിക്ക് എന്നോട് അല്പം മമത കൂടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. വിടില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കാണുന്നേ? നിങ്ങളായിരുന്നു അവിടെ കയറി. താമദ്രോഹി, നീ എന്റെ കാലിന്റെ നെരിയാണി അടിച്ച് തിരിച്ചു കളഞ്ഞല്ലോടി. നിങ്ങളെ കാലാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സ്വന്തം ഭർത്താവിന്റെ പാദങ്ങൾ കണ്ട തിരിച്ചറിയാൻ കഴിയാത്ത നീ ഒരു ഭാര്യയാണോടി ചെറ്റെ? ഇവിടെ ചിലർക്ക് സ്വന്തം പുരുഷനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, പിന്നെയാണ് പാദം. തുടങ്ങി ഈ മനുഷ്യന്റെ ഒരു ഇനിയെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ? നാളെ രാവിലെ മുത്തശ്ശി കാലിന് പരിക്കുവറ്റവരെ കണ്ടുപിടിക്കാനിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നിങ്ങളെ കാലിയാനി എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും. ലാലിച്ച, നിന്റെ കാലിന് വേദനയുണ്ടോ? തല വേദനിക്കുന്നു. வக்கீலே, அந்த திருடன் யாருன்னு தெரிஞ்சா இன்னைக்கு அவனை ஊரை விட்டு அனுப்பணும். ஓரோருத்தரேட்ட விളിக்க. മുരുകയ്യ, നമസ്കാരം. നമസ്കാരം.
എന്താ വക്കീലെ ഇതെല്ലാം? അതിപ്പോ മല്ല ஏன் தாயே இப்படி கட்ட வண்டில போய் உடம்பு கெடுத்துக்கிறிய? நாளைக்கு ஒண்ணுன்னா கவலைப்பட போறது நான் தானே. ஆமா வள்ளி, நான் ஒண்ணு அத நம்பல. இருந்தாலும் மனச போட்டு ஏன் குழப்பிக்கணும்னு கேக்குறேன். உன் அப்பாவுடைய வம்சம் கேரளாவில இருந்து வந்திருக்கிறதாவும் அவரோட தங்கச்சி பையனை உனக்கு கல்யாணம் செய்ய போறதாவும் ஊர்ல பேசிக்கிறானுங்க. அவனுங்க கிடக்குறானுங்க நாரி பசங்க. சின்ன வயசுல தமிழ் பாட்டா பாட சொல்லி என்ன தொந்தரவு பண்ணதையும் நானும் உனக்கு அழுக்காம பாடி காட்டினதும் ஊருக்கு எங்க தெரிய போகுது. ஒருவேளை உனக்கு கேரளக்கார பையன் தான் பிடிக்கும்னு சொன்னா ஞானும் നിന്നോട് മലയാളത്തിൽ സംസാരിക്കും പാടും. എന്താ കുട്ടി രാജവല്ലി, മനസ്സിലായോ? வைராக்கியம்னு இந்த தர்மராஜன் மனசுல வச்சுட்டோம், நடக்கிற கதையே வேற. என்ன கலாட்டா தம்பி? நீங்க யார்கிட்ட பேசுறீங்கன்னு நல்லா புரியுதுல்ல, பார்த்து பேசுங்க. நீங்க வண்டியில ஏறமா? நாய முறா நாய. முத்தச்சி பண்ணையில இருக்கிற கூலிக்கார கழுதிங்க கூட என்ன எழுத்து பேச ஆரம்பிச்சிட்டீங்கல்ல. எல்லாம் நேரம்டா நேரம். முத்தச்சி பண்ணையில இருக்கிற ஒரு துரும்ப பத்தி பேசினாலும் பண்ணையில இருக்கிற ஒவ்வொரு புல்லும் எதிர்த்து நிக்கும். என்னடி சொன்ன? போடா. ஓ, கேரளா மாப்பிள்ளையா? நீ இன்னும் போகல? நான் உனக்கு அன்னைக்கே சொன்னல, இது எங்க குடும்ப ப்ராப்ளம்னு. மரியாதையா வேலை பார்த்து ஓடிடு. എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? பிரச்சனையே இப்ப இதுதான்டா. சரிங்க, அவனை விடாதீங்களா?
அடாடாடாடாடா என் ரத்தம் என்னமா துடிக்குது பாரு. ரத்தம் துடிக்காதுங்க அஜமா. என் புள்ள விளையாடுற விளையாட்ட சொன்னேன்டா. அட நான் ரொம்ப கடவுள் பக்தி உள்ளவன். இப்பதான் தெய்வத்தை நினைச்சேன். முத்தச்சியே வந்து நிக்கிறீங்க. வாங்க உட்காருங்க. நான் உட்கார வரல. வீடேறி வந்தவங்களை வெளியேறி போங்க நான் சொல்ல மாட்டேன். அப்படி ஒரு வம்சத்துல வந்தவன் இல்லைன்னா வாங்க முத்தச்சி வந்து உட்காருங்க. சந்தர்ப்பம் கிடைச்சதுன்னு சந்தோஷப்படுறியா பூபதி? முத்தச்சி வரும்பொழுதே தெரியும் ஏதோ முக்கியமான விஷயம் இருக்குன்னு. வாங்க உட்கார்ந்து பேசலாம். மானந்தா உயிரின்னு நினைக்கிறவன் இந்த முத்தச்சி. பூபதிக்கு முத்தச்சி குணம் நல்லாவே தெரியும். நான் யாருன்னு உன் பையனுக்கு காட்டுறதுக்குள்ள நீயே அவனை அடக்கி வைக்கிறது நல்லது. கோழி சண்டையில ஜெயிக்கிற மாதிரி எல்லாரையும் ஜெயிச்சிடலான்னு நீ கணக்கு போடுற. கரையில உட்கார்ந்துகிட்டே சிராவ பிடிக்கலான்னு உன் மகன் கணக்கு போடுறான். என்ன பொறுத்த வரைக்கும் ரெண்டுமே தப்பு கணக்கு. ஒரு பொட்டச்சியால மதுரையே எரிஞ்சது, இந்த முத்தச்சியால உன் வம்சமே எரிஞ்சிடும். என்னப்பா கிழவி தப்பு கணக்கு கிப்பு கணக்குன்னு சொல்லிட்டு போகுது, நீங்க ஒண்ணுமே பேசாம சும்மா இருக்கீங்க? போய் ஒரு ஸ்லேட் எடுத்துட்டு வா. ரெண்டு பேருமே உட்கார்ந்து கணக்கு போடலாம். போடா. டேய், அந்த மலையாள பையனை ഒരേടി അനിപ്പിട്. എങ്കേ അജമാ? കൈലാസത്തിക്ക്. മുഹൂർത്തം നോക്കിയത് കരുതി ജോലി തീർന്നു വിചാരിക്കണ്ട. കല്യാണത്തിന് 2 ദിവസം മുമ്പ് എത്തണം. சரி அதே வக்கீல் சார் சொல்லமா, 2 நாள் ஒரு வாரத்துக்கு முன்னாடியே வந்துடுறேன். ഓ സന്തോഷം. ദാ. நல்லதுங்க. வாங்க வாங்க. பாத்தீங்களா? ഓ. ரொம்ப கொடுத்து வச்சாரு, ராசா மாதிரி. വക്കീലേ, നിങ്ങളുടെ കേരളത്തിലെ പോടുற മാതിരി നല്ല പെരിയ പന്തലിടണം. പടിഞ്ഞാറേ മുറ്റത്ത് അതിന് സ്ഥലമുണ്ടല്ലോ. സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ നിലപ്പന്തലാണെങ്കിൽ 1-2 മരം മുറിക്കേണ്ടി വരും. മുറിക്കണം. ആ അല്ല, എന്തൊക്കെയാ ശിവ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ പറഞ്ഞോളൂ. ഈ കല്യാണം തൽക്കാലം ഇപ്പൊ ആലോചിക്കണ്ട. അതെന്താ? ഗിരിജ എന്റെ ഇളയതാണെങ്കിലും അവളുടെ കല്യാണം കഴിയാതെ എന്റെ കല്യാണം നിശ്ചയിക്കണ്ട. അത് ശരിയാ. പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ കല്യാണം ആദ്യം നടത്തണം. അതാ തറവാടികളുടെ രീതി. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു.
ശ്രാവണം കഴിഞ്ഞാൽ ഗിരിജയുടെ കല്യാണം. ഇനി അശോകന്റെ കല്യാണത്തിന് മുമ്പ് വേണമെങ്കിൽ അങ്ങനെയാവാം. വക്കീലേ ആ വേணும்னா இந்த ரெண்டு கல்யாணத்தையும் ஒரே பந்தல்ல நடத்திடலாம். കറക്റ്റ്. ஆ എന്താ അശോക, തൃപ്തിയായില്ലേ? അല്ല അത് ആ, അമ്മയോടും അളിയന്മാരോടും പെങ്ങന്മാരോടും ഒക്കെ വിവരം പറയാം.